ഹലോ കൂട്ടുകാരെ, നയനം ഭാഗം 26ലേക്ക് സ്വാഗതം. ഞങ്ങൾ നയനയുടെ നാട്ടിൽ പോവുകയാണ് ചേച്ചി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇറങ്ങും. തിരിച്ചു വന്നിട്ട് അറിയിക്കാം, അന്നേരം വന്നാൽ മതി. ഫുൾ സ്ലീവിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ട് അർജുൻ റൂമിൽ നിന്നും വന്നു. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ മോനെ, കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതിയെന്നും പറഞ്ഞ സീത തിരക്കിട്ട് അവർക്കുള്ള ഭക്ഷണം ടേബിളിൽ കൊണ്ടുവച്ചു. സഹായിക്കാൻ ചെന്ന നയനയുടെ കയ്യിൽ തട്ടുകൊടുത്ത് അവളെയും അവൻ്റെ കൂടെ ഇരുത്തി കഴിപ്പിച്ചു. ഇറങ്ങാൻ നേരം അറിയാതെ അവരുടെ മിഴികൾ നിറഞ്ഞു. നയനയെ കെട്ടിപ്പിടിച്ചതും അവളും കരഞ്ഞു. ഒരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യുക? വെറുതെ ആ കൊച്ചിനെയും കരയിപ്പിച്ചു. രാജൻ സീതയെ നോക്കി ശകാരിച്ചു. ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അർജുൻ ഒരു പുഞ്ചിരിയോടെ കുറച്ചു മാറി നിന്നതേയുള്ളൂ. സമയമൊരു ഉച്ചയോടെ അവർ യാത്ര തിരിച്ചു. നയന, നമ്മൾ വരുന്ന കാര്യം വീട്ടിൽ അറിയിച്ചോ? തല ഉയർത്തി വെച്ച് മുൻപിലെ സൺവൈസറിൻ്റെ പിറകിലെ കണ്ണാടിയിൽ നോക്കി കണ്ണിലെന്തോ കരട് തടഞ്ഞത് എടുക്കുന്നവളോടായി അർജുൻ ചോദിച്ചു. നമ്മൾ വരുന്ന കാര്യമല്ല, ഞാൻ വരുന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. സൂസൻ ചേച്ചിയെ കൂടെ കൂട്ടായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നിമിത്തമായൊരാളാണ് സൂസൻ ചേച്ചി. അവരെ ഞാൻ വല്ലാതെ അവഗണിച്ചു. ചെയ്തു കൂട്ടിയതെല്ലാം നന്ദികേടാണ്. സൂസൻ ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ മോഡലിംഗ് രംഗത്ത് എത്തില്ലായിരുന്നു. എന്തിന്, ഈ ബാംഗ്ലൂർ നഗരത്തിൽ പോലും എത്തില്ലായിരുന്നു. നയന അർജുനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആഹാ, അപ്പോൾ സൂസമ്മയാണോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അത് കൊള്ളാലോ. ഇപ്പോഴെങ്കിലും ആ തിരുവാ തുറന്ന് കഥകളൊക്കെ ഒന്ന് പുറത്തു വന്നല്ലോ. ബാക്കി പറ. എന്തായാലും നിൻ്റെ നാടെത്താൻ 10 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. അതുവരെ ബോറടിക്കണ്ടല്ലോ. കഥ പറ, കേൾക്കട്ടെ. അർജുൻ സ്റ്റിയറിങ്ങിൽ താളമിട്ടു. എടി പെണ്ണെ, കളിയല്ല, കാര്യമായിട്ട്. എൻ്റെ പെണ്ണും പിള്ളയുടെ വർത്താനം കേട്ടോണ്ടിരിക്കാനുള്ള മോഹം കൊണ്ടല്ലേ? അവൻ അവളുടെ താടയിൽ പിടിച്ചു കുലുക്കി കൊഞ്ചിച്ചു. നമ്മൾ ഈ കാറിലാണോ നാട്ടിൽ പോകുന്നത്? അവൾ അതിശയത്തോടെ കാറിൻ്റെ ഉൾഭാഗം ഒന്ന് കണ്ണോടിച്ചു. അല്ല, കപ്പലിലാ. ബുദ്ധിമുട്ടാവോ? അവളെ തൊട്ടും തലോടിയും അവൻ്റെ കൈ വെറുതെ ഇരിക്കുന്നില്ല. ഞാൻ ട്രെയിനിലേ നാട്ടിൽ പോവാറുള്ളൂ. അവൾ അവൻ്റെ അടങ്ങി നിൽക്കാത്ത കൈകൾ അവളുടെ കൈകൊണ്ട് പിടിച്ചു നിർത്തി. എനിക്കൊന്നും വയ്യ ട്രെയിനിലൊന്നും തള്ളി കയറാൻ. ഈ വളയം അങ്ങോട്ട് പിടിച്ചാൽ മതി പെണ്ണേ, ഞാൻ നിന്റെ നാട്ടിലെത്തിച്ചു തരാം പറയുകയും അവളുടെ കരങ്ങൾക്കിടയിൽ അകപ്പെട്ട കൈകളെ മോചിപ്പിക്കുകയും ആ അരക്കെട്ടിൽ മുറുകെ പിടിക്കുകയും ചെയ്തവൻ. ഇക്കിളി കൊണ്ടുവന്ന് തുള്ളിപ്പോയവൾ. വണ്ടി നിർത്തിക്കേ, ഞാൻ പിറകിലിരുന്നോളാം. മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ശരി, ഇനി ഞാൻ നല്ല കുട്ടിയാണ്. എന്നിട്ട് ബാക്കി പറഞ്ഞില്ലല്ലോ. അവൻ 2 കൈകളും സ്റ്റിയറിങ്ങിൽ വെച്ചു. സൂസൻ ചേച്ചിയുടെ കസിനാണ് എനിക്ക് മോഡലിംഗ് കോഴ്സുകൾ തപ്പിപ്പിടിക്കാൻ സഹായിച്ചത്. എനിക്ക് വലിയ താല്പര്യമായിരുന്നെങ്കിലും അപ്പച്ചനും അമ്മച്ചിക്ക് ഇഷ്ടക്കേടായിരുന്നു. അറിയാത്ത നാട്ടിൽ ചെന്നാൽ മക്കൾ വഴി തെറ്റിപ്പോകുമെന്നും പറഞ്ഞ് എതിർത്ത അമ്മച്ചിയെ സൂസൻ ചേച്ചിയുടെ കസിനാണ് പറഞ്ഞു തിരുത്തിയത്. അത് കേട്ടപ്പോൾ അർജുൻ്റെ മുഖത്ത് മിന്നി മറയുന്ന നവരസങ്ങൾ നയന ശ്രദ്ധിക്കാനേ പോയില്ല. അത് കണ്ടാൽ പറയാനുള്ള ഒഴുക്ക് അങ്ങോട്ട് പോയി കിട്ടും. വിവിധ തരം വസ്ത്രങ്ങളിൽ ധരിച്ചുള്ള എൻ്റെ പോസുകളും ഭാവങ്ങളും അവർ ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ചു ഒരു പോർട്ട്ഫോളിയോ തയ്യാറാക്കി. പിന്നീട് അവർ തന്നെയാണ് കോളേജിലേക്ക് ഇതെല്ലാം അയച്ചു കൊടുത്ത് അഡ്മിഷൻ എടുത്തു തന്നത്. പഠിക്കാൻ ഫീസൊന്നും വേണ്ട, നിർധരരായ കുടുംബത്തിലുള്ള പെൺകുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പച്ചനും അമ്മച്ചിക്കും മൗനസമ്മതമായി. ആദ്യമായി ബാംഗ്ലൂരിലെത്തിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ പിക്ക് ചെയ്യാൻ വന്നത് സൂസൻ ചേച്ചിയായിരുന്നു. സൂസൻ ചേച്ചിയെ അവിടെ തൊട്ടുള്ള പരിചയമാണ്. കോളേജിലെത്തിയ ആദ്യ നാളുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. കോമ്പറ്റീഷനുകളിൽ ഞാൻ മുന്നിൽ തന്നെയായിരുന്നു. എൻ്റെ കുഞ്ഞുമോൾക്ക് അസുഖം മൂർച്ഛിച്ച് സർജറിയിലൂടെ അല്ലാതെ രക്ഷിക്കാൻ കഴിയില്ല എന്നറിയുന്നത് വരെ. പിന്നെ ഒന്ന് പതുങ്ങിയപ്പോൾ എല്ലാം തണുത്തു ആലിപ്പഴമായി. ജീവിതത്തിലൊരു ലക്ഷ്യവുമില്ലാതെയായി. നയന അവനെ നോക്കി വ്യർത്ഥമായി പുഞ്ചിരിച്ചു. ഇപ്പോൾ തനിക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ? അർജുൻ കാർ റോഡിൻ്റെ എതിർവശത്തേക്ക് തിരിച്ചു. അവൾക്ക് ആ ചോദ്യം മനസ്സിലായില്ലെങ്കിലും ഇല്ലെന്ന് തലയാട്ടി. എന്നാൽ നമുക്കൊരു ചായ കുടിക്കാം. അവൻ കാർ നിർത്തി ഹാൻഡ് ബ്രേക്ക് വലിച്ചു. അർജുൻ ഇറങ്ങുന്നത് നോക്കിക്കൊണ്ട് നയനയും ഇറങ്ങി. 2 പേർക്കും ഓരോ ചായ ഓർഡർ ചെയ്ത് അവർ ഇരുന്നു. ഓഫീസിൽ ലീവ് പറഞ്ഞോ? ഇങ്ങനെ ഇടയ്ക്കിടെ ലീവെടുത്ത് തോന്നുമ്പോൾ കയറി ചെന്നാൽ ജോലി പോകില്ലേ? നയന വളരെ ഗൗരവത്തിൽ ചോദിച്ചു.
അവിടെ ഉള്ളവർക്ക് ജോലി കൊടുക്കുന്നതേ ഈ ഞാനാ. എൻ്റെ ജോലി എങ്ങോട്ട് പോകാനാ? വിളിച്ച് അപ്ഡേറ്റ്സ് അറിയണം. അവിടെ മത്തായി എന്നൊരുത്തനുണ്ട്. പേടിച്ചിട്ടാണെങ്കിലും ജോലികളൊക്കെ നല്ല മെനയിൽ ചെയ്യും. കൂറുള്ളവനാ. അർജുൻ ആ ചെയറിലേക്ക് ചാരിയിരുന്നു. ഇനിയിപ്പോൾ അധികം ദൂരം ട്രാവലിംഗ് വേണ്ട. അടുത്ത ടൗൺ എത്തിയാൽ നല്ല ഹോട്ടൽ നോക്കി നമുക്കൊരു റൂം എടുക്കാം. ഡിന്നർ അവിടെ നിന്നാവാലോ. അർജുൻ പുറത്ത് പാർക്ക് ചെയ്ത കാർ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ അർജുനേട്ടന് റൂം എടുക്കുക, വീട് മാറ്റിക്കളിക്കുക, ഇത് മാത്രമേ അറിയൂ. അവൾ അവനെ നോക്കി മുഖം കറുപ്പിച്ചു. എൻ്റെ പൊന്നു തമ്പുരാട്ടി, അടിയൻ റൂം എടുക്കുന്നില്ല. നമുക്ക് നേരെ വിടാം. നിൻ്റെ നാട് എത്തും വരെ നിർത്താതെ ഡ്രൈവ് ചെയ്യാം. എന്നിട്ട് ഈ ഡ്രൈവിങ്ങിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോവുകയും വണ്ടി ഏതെങ്കിലും കൊക്കയിലേക്ക് മറിയുകയും ചെയ്തോട്ടെ. അവൻ ആ ചെയറിൽ ചാഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കി കൈകൂപ്പി നെറ്റിയിൽ പതിച്ചു. എൻ്റെ ഈശോയെ, ഈ അർജുനേട്ടൻ ഇത് എന്നതൊക്കെയാ പറയുന്നേ? ചാടി എഴുന്നേറ്റവൾ ചാരിയിരിക്കുന്നവൻ്റെ വാ പൊത്തി. എന്ന റൂം എടുക്കാമല്ലേ? അവൻ്റെ ചുണ്ടിന് മുകളിൽ പതിഞ്ഞ അവളുടെ ആ പതുത്ത കരങ്ങളിൽ പതിയെ എടുത്തു മാറ്റി അവളെ നോക്കി ഇടിച്ചു. ആ വഷളം ചിരിയുടെ ധ്വനി അറിയാമെങ്കിലും പാതിരാത്രി വീട്ടിൽ ചെല്ലുന്നതെങ്ങനെയെന്നോർത്തും അവൾ പിന്നെ അവൻ്റെ തീരുമാനത്തിനൊപ്പം നിന്നു. സാമാന്യം തരക്കേടില്ലാത്തൊരു ആഡംബര ഹോട്ടലിന് മുമ്പിൽ അർജുൻ കാർ നിർത്തി. സെക്യൂരിറ്റി കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പോയി കാർ പാർക്ക് ചെയ്ത് ഇരുവരും തിരികെ വന്ന് ഹോട്ടലിലേക്ക് കയറി. സിംഗിൾ റൂം. റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞതും അവർ രണ്ടുപേരും അഡ്രസ്സും ഫീഡ് ചെയ്തു വെച്ചു. ഇളം നീല കോട്ട് സ്യൂട്ടും ധരിച്ചൊരു സുന്ദരിയായ പെൺകുട്ടിയാണ് റിസപ്ഷനിസ്റ്റ്. അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനെന്നോണം മധുരമുള്ള ശബ്ദം. അവളോട് സംസാരിച്ച് അവസാനിപ്പിച്ച ശേഷവും ഓരോരോ സംശയങ്ങളുമായി അർജുൻ അവളെ സമീപിച്ചുകൊണ്ടേയിരുന്നു. ഇടം കണ്ണുകൊണ്ടാണെങ്കിലും അവൻ്റെ നീക്കങ്ങളൊക്കെയും ഒപ്പിയെടുക്കുന്നുണ്ട് നയന. റിസപ്ഷനിസ്റ്റ് ഐഡൻറ്റിറ്റി പ്രൂഫ് ചോദിച്ചപ്പോൾ പാസ്പോർട്ട് കാണിച്ചു കൊടുത്ത് ചെക്ക് ഇൻ നടപടികളൊക്കെ പൂർത്തിയാക്കുകയും ചെയ്തു. അവരോട് വൈഫൈ പാസ്വേഡ് ചോദിച്ചു വാങ്ങി അർജുൻ ലിഫ്റ്റിൻ്റെ അരികിലേക്ക് നടന്നു നീങ്ങിയതും അവൻ്റെ പിറകിലായി അവരുടെ ട്രോളി തള്ളി ഹോട്ടൽ സ്റ്റാഫും കൂടെ നയനയും വന്നു. ഒറ്റയടിക്ക് തല തള്ളിപ്പൊളിക്കാനുള്ള കലിയോടെ അവൾ അവനോടൊപ്പം ലിഫ്റ്റിൽ നിന്നു. അവൻ വലിയ ഉത്സാഹത്തിലാണ്. ഇരുവരുടെയും ട്രോളി പിടിച്ചു നിൽക്കുന്ന ചെറിയ പെൺകുട്ടിയോട് പേരും നാളുമൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ആ ഒരു മിനിറ്റ് പോലും വെറുതെ നിൽക്കാൻ ഒക്കില്ലെന്ന് വെച്ചാൽ. നയന അവളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച കൈകൾ മുറുക്കി. ഒരു നോട്ടം പോലും അവൾക്ക് നേരെയില്ല. കൂടെ ഇങ്ങനെ ഒരാൾ ഉള്ള കാര്യം വിസ്മരിച്ചോ എന്നാണ് അവളുടെ ചിന്ത. അവർക്ക് കിട്ടിയ റൂമിലേക്ക് ട്രോളികൾ വെച്ച് കൊടുത്തു തിരിച്ചു പോകുന്ന പെൺകുട്ടിയുടെ കയ്യിൽ അവൻ 500 രൂപ നോട്ട് കൊടുത്തു. വിസ്മയം തുളുമ്പുന്ന മിഴികളോടെ ആ പെൺകുട്ടി അവനെയും പിന്നെ അവളെയും ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. ഒരു മനുഷ്യക്കുഞ്ഞിന് നയാ പൈസയുടെ ഗുണം ചെയ്യാത്ത തലക്കനവുമായി നടന്നവനാ. കണ്ടോ, എന്തൊരു സ്നേഹമാണ് എല്ലാവർക്കും, എന്ത് നല്ല സർവീസാണ്. നമ്മൾ പണം എത്ര വാരി എറിയുന്നോ അത്രയും പേർ നമ്മളെ ചുറ്റും സ്നേഹിക്കാനുണ്ടാവും. പെൺകുട്ടി പോയ വഴിയെ വാതിൽ ലോക്ക് ചെയ്തു വരുന്നവളുടെ പിറകിൽ വാലാട്ടി നടന്നുകൊണ്ടാണ് മഹാൻ തത്വം പറയുന്നത്. അവളെ പിടിച്ചു വലിച്ചു ബെഡിലേക്കിട്ടൊന്ന് വാരിപ്പുണരണം, അതാണ് ഉള്ളിലെ ഉദ്ദേശവും. എന്നാൽ മുമ്പ് വരെ നടന്ന പ്രവൃത്തികളേക്കാൾ അവളുടെ മനസ്സിന് പൊള്ളിച്ചത് അവനാ പറഞ്ഞതാണ്. ചൊടിയോടെ വന്നവൾ അവനെ പിടിച്ചു ബെഡിലേക്ക് ഉന്തി തള്ളിയിട്ടു ആ നെഞ്ചിൽ കൈ അമർത്തി അവന് നേരെ കുനിഞ്ഞു നിന്നു. അർജുന് ആശ്ചര്യമായി. അവൾക്കിത്ര ഫാസ്റ്റോ? അവൻ്റെ വഷളം കണ്ണുകൾ പോയത് കഴുത്തിൻ്റെ വിടവിലൂടെ തുളുമ്പിയാടുന്ന ആ 2 മാറിടങ്ങളിലായിരുന്നു. നയനയുടെ തോളിലേക്ക് കൈ കടത്തി അവൻ്റെ നെഞ്ചിലേക്കിടാൻ നോക്കി അർജുൻ. നയന ആ കൈ ഒറ്റ തട്ട്. ബെഡിലെ തലേണ എടുത്തു അവനെ പൊതിരെ തല്ലി. ഇവൾക്ക് ഭ്രാന്താണോ എന്നോർത്തു കൊണ്ടവൻ ഓരോ അടിയും കൈപലക കൊണ്ട് എതിരിട്ടു. ഒരു പില്ലോ തെറിച്ചു പോയതും അവൾ മറ്റൊരു തലേണ എടുത്തു. വീണ്ടും അവനെ തലക്കിട്ട് തുടരെ തല്ലി. നല്ല വൃത്തിയിലും മെനയിലും വെച്ചിരുന്ന ആ റൂം അലങ്കോലമാക്കാൻ നയനക്ക് നിമിഷങ്ങൾ മതിയായിരുന്നു. അരിശമൂത്ത അർജുൻ അവളുടെ 2 കൈകളും പിറകിലേക്ക് പിടിച്ചു മുറുക്കി. എന്തോടി നിനക്ക് ഭ്രാന്താ? കടുപ്പിച്ചൊരു നോട്ടത്തോടൊപ്പം അവളെ ഭിത്തിയിൽ പിടിച്ചു അമർത്തി. നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് പണം തന്നത് കൊണ്ടാണെന്നല്ലേ ഇപ്പോൾ പറഞ്ഞത്? അവളുടെ കണ്ണുകൾ തിളങ്ങി. അതിൽ കണ്ണീർ നനവുണ്ട്. എപ്പോ? വാവിട്ടു പോകുന്ന വാക്കുകൾ അവൻ ഓർത്തെടുത്തു. അതിന് ഇങ്ങനെ ഒരു അർത്ഥതലമുണ്ടെന്ന് അവനും ഓർത്തില്ല. അയ്യോ, അതിനാണോടി കുശുമ്പി നീ ഇവിടെ കിടന്ന് ഈ കാട്ടിക്കൂട്ടിയത്? ഇതിന് നീ ശിക്ഷ അനുഭവിക്കും. അർജുൻ അവളുടെ നെഞ്ചിലേക്ക് അമർന്നു.
അത്രമേൽ അവളും ഭിത്തിയിൽ അമർന്നു പോയിരുന്നു. പിറകിലേക്ക് അമർത്തി വെച്ച അവളുടെ കൈകൾ അവൻ വിട്ടു. അവൻ്റെ ഉള്ളിൽ വന്ന ദേഷ്യത്തിൻ്റെ അത്രയും ശക്തി ആ പിടുത്തത്തിലുണ്ടെന്ന് മനസ്സിലായി. നയനയ്ക്ക് കൈകൾ വല്ലാതെ നൊന്തു. നയനയുടെ ഉള്ളിൽ ഭീതിയായി. അർജുൻ്റെ പഴയ രോഷം പുറത്തു വന്നതുപോലെയുണ്ട് ആ നോട്ടം. അതുമാത്രമല്ല, വേറൊരു പരാതി കൂടിയുണ്ട്. അവൾക്ക് നിരപരാധി ആയേ പറ്റൂ. അവൾക്കല്ല, അവന് നോവണം. അവനല്ലേ കുഴപ്പക്കാരൻ. ഹോ, ആ റിസപ്ഷനിലെ പെണ്ണുമായിട്ട് എന്തായിരുന്നു ഒരു കൊഞ്ചിക്കുഴയിൽ. വായിൽ നിന്ന് ഇങ്ങനെ തേന് ഒഴിക്കില്ലായിരുന്നോ? ഇപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. ആര്? ഞാനോ? അല്ല, ഞാൻ കൂടെ ഉള്ളപ്പോൾ ഇങ്ങനെ, ഇല്ലെങ്കിൽ എന്തായിരിക്കും? നയൻ അവനെ തട്ടി മാറ്റിക്കൊണ്ട് മുന്നോട്ട് നടന്നു. ആ റൂമിൽ അവൾ തന്നെ വലിച്ചു വാരിയിട്ടതൊക്കെയും നേരെയാക്കി വെച്ചു തുടങ്ങി. വാരിയെറിഞ്ഞ് അത്ര എളുപ്പമല്ലാതെ എടുത്തു വെക്കാനെന്ന് ഉടനെ മനസ്സിലായി. ഞാൻ ആ പെൺകുട്ടിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതല്ലേ. കാണാൻ കൊള്ളാവുന്ന പെണ്ണിനെ കണ്ടപ്പോൾ സ്വന്തം നില മറന്ന് ഉള്ളിലെ കോഴിത്തരം പുറത്തു വന്നു എന്നത് സത്യമാണ്. അതും കെട്ടിയ പെണ്ണ് ഒപ്പമുണ്ടെന്ന് ഓർക്കാതെ. അർജുന് തല ഭിത്തിയിൽ അടിക്കാൻ തോന്നി. അവനുള്ളിൽ ആർത്തു കരഞ്ഞു. അതിനേക്കാൾ ഭീകരമാണ് അരികിൽ നിൽക്കുന്നവളുടെ നാഗവല്ലി ഭാവം. ഇത് എല്ലാ പെൺപിള്ളേർക്കുമുള്ള അസുഖമാ, മരുന്നില്ലെന്ന് മാത്രം. അവൾക്ക് നിന്നേക്കാൾ സൗന്ദര്യവും ബുദ്ധിയും കൂടിപ്പോയി. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? ബ്ലാങ്കറ്റ് മടക്കി വെക്കുന്ന അവളുടെ കാതിൽ വന്ന് പറഞ്ഞു അവളെ ചൊടിപ്പിച്ചു. നയനക്കുള്ളിൽ സങ്കടവും അതുപോലെ ദേഷ്യവും വന്നു. ഒരു വാക്കേറ്റത്തിലും അവൻ തോറ്റു തരില്ലെന്ന് ഉറപ്പാണ്. അവൻ്റെ മുഖത്തേക്കൊന്നും നോക്കാതെ വാഷ്റൂമിൽ പോയി ഒന്നലറിക്കരഞ്ഞു ഉള്ളു തണുപ്പിക്കാമെന്ന ലക്ഷ്യത്തോടെ പോകുന്നവളുടെ കൈത്തണ്ടയിൽ അർജുൻ മുറുകെ പിടിച്ചു. അവൾ കുതറി മാറും തോറും അവൻ പിടുത്തം അയച്ചില്ല. താൻ കരയാണോ? അവൻ്റെ മുഖത്തേക്ക് നോക്കി വിറക്കുന്ന അതരങ്ങളെ കടിച്ചു പിടിച്ചു കുഞ്ഞുങ്ങൾ പോലെ തേങ്ങി കരയുന്നവളെ അവൻ ഞെട്ടലോടെ നോക്കി. അവന് വല്ലാതെ വേദനിച്ചു. ഒരു ഓളത്തിനങ്ങോട്ട് പറഞ്ഞതാണെങ്കിലും അവൾ കരയുന്നത് കണ്ടപ്പോൾ അർജുന് സഹിച്ചില്ല. അവനൊരാളോട് അനുകമ്പയും സ്നേഹമൊക്കെ തോന്നുന്നത് ആദ്യമായിട്ടാണ്. ഉള്ളിൽ തോന്നിയത് അതേപടി പ്രകടിപ്പിച്ചാൽ അവൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നത് അവൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല. അതാണ് പ്രശ്നം. നയന. അവളുടെ ഇരു കവിളിൽ പിടിച്ച് മുഖമുയർത്തി അത്രമേ ആർദ്രമായൊരു വിളി. നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത് കുട്ടി. നിനക്ക് ഊഹിക്കാവുന്നതിലപ്പുറം മോശക്കാരനായൊരു അർജുനുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഇല്ല എന്നർത്ഥം. അയിഞ്ഞാടി ജീവിക്കാൻ ഒഴിച്ചു വെച്ചൊരു ജീവിതം, അതായിരുന്നു ഈ അർജുൻ്റെ ജീവിതം. നേർവഴി കാണിച്ചു തരേണ്ടവർ തന്നെ താന്തോന്നികളാവുമ്പോൾ ആരെ പഴി പറയും? അർജുൻ പതിഞ്ഞ സ്വരത്തിൽ അവളുടെ മിഴികൾ നോക്കി പറഞ്ഞു. അവൾ നെറ്റി ചുളിച്ചു. ഇവ വെട്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. സൂസനിൽ നിന്നും നയനക്ക് നിഷ്പ്രയാസം അറിയാൻ കഴിയുന്നതും എന്നാൽ ഒരിക്കൽ പോലും അതെന്താണെന്ന് തിരക്കിയിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് അവയൊക്കെയും. അസ്വസ്ഥത കൊണ്ട് തുടിക്കുന്ന ഹൃദയത്തെ പ്രതിരോധം തീർക്കാൻ കഴിയാതെ അവൻ അവളിൽ നിന്ന് പിന്തിരിഞ്ഞു മുഖം അമർത്തി തുടച്ചു. നെഞ്ച് തകർത്ത് പിടക്കുന്ന കണ്ണുകൾ നയന കാണാതെ ഇരിക്കാൻ അവൻ ആ നിൽപ്പ് തുടർന്നു. ഷോക്കടിച്ചതുപോലെ നിന്നവൾ ദീർഘമായി നിശ്വസിച്ചു. അവളുടെ കണ്ണുകളിൽ സ്നേഹം കലർന്ന ഒരു തരം സഹാനുഭൂതി ഉണ്ടായിരുന്നു. എത്ര മോശപ്പെട്ട ഭൂതകാലമായാലും തന്നെ വിശ്വസിച്ച് എല്ലാം തുറന്നു പറയുന്ന അവനോടുള്ള ആഴമായ വിശ്വാസവും സ്വീകാര്യതയും അവളുടെ ഭാവത്തിൽ പ്രകടമായിരുന്നു. ആ നിൽപ്പിൽ തന്നെ മുന്നോട്ട് പോയി വാതിൽ ലോക്ക് തുറന്ന് പുറത്തേക്ക് അർജുൻ പോകുമ്പോഴും ആ മുഖം അവൾ നേരെ കാണിച്ചില്ല. അല്ല, അവൻ കാണിച്ചില്ല. തുടരും. അപ്പോൾ നയനം അടുത്ത ഭാഗവുമായി നാളെ വരാം. താങ്ക് യു.